ഹായ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കുഞ്ഞുമോളെ മനോഹരമാക്കുന്ന ഈ പട്ടുപാവാടയും ബ്ലൗസും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ബ്ലൗസിൻ്റെ കട്ടിങ് നോക്കാം. ഞാനിവിടെ 1/2 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. 1/2 മീറ്റർ ലൈനിങ്ങും. അതൊരു 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 11 ഇഞ്ച് നമുക്ക് മതി. 1 ഇഞ്ച് സ്ലീവ് അലവൻസ് തയ്യൽ തുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഷോൾഡർ അടയാളപ്പെടുത്താം. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 4.5 ഇഞ്ച് ഷോൾഡറിനായിട്ട് അടയാളപ്പെടുത്താം. 4.5 ഇഞ്ച് തന്നെ താഴത്തോട്ടും അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് തന്നെ ഓക്കെ. ഇനി 2.5 ഇഞ്ച് നെക്ക് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവിൽ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് താഴത്തോട്ട് സെയിം ആയിട്ട് തന്നെ അടയാളപ്പെടുത്തുക. ഇനി ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ നമ്മൾ വരച്ച ഭാഗത്തോട്ട് യോജിപ്പിക്കുക. ജസ്റ്റ് വിട്ട് 5 അടയാളപ്പെടുത്തുക. ഒന്നര ഇഞ്ച് സ്ലീവ് അലവൻസും. പിന്നെ നമുക്ക് കൈക്കുഴി വരക്കാം. അത് കുഞ്ഞു കുട്ടികളുടെ തന്നെ ആയത് കാരണം ഒരേ അളവിൽ വരച്ചാൽ മതി. ഇനി വേസ്റ്റ് ലെങ്ത് നോക്കാം. വേസ്റ്റ് ലെങ്ത് മേളിൽ നിന്ന് സ്ട്രൈറ്റായിട്ട് 8 അടയാളപ്പെടുത്തുക. വേസ്റ്റ് വിഡ്ത്ത് 4.5 അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. 6. ഇനി ബോട്ടം വിഡ്ത്ത് 5.5 അടയാളപ്പെടുത്തുക. ബോട്ടം വിഡ്ത്ത് 5.5 അടയാളപ്പെടുത്തുക. 5.5 പ്ലസ് 1.5 വിഡ്ത്ത് സ്ലീവ് അലവൻസിലും അടയാളപ്പെടുത്തുക. 1.5. ഓക്കെ. ഇനിയെല്ലാം ഒന്ന് യോജിപ്പിക്കാം. താഴത്ത് കുറച്ച് വൈഡായിട്ട് വരക്കുന്നതാണ് നല്ലത്. സ്ലിറ്റ് ഇടാത്ത ടോപ്പായത് കാരണം നമുക്ക് കുറച്ച് വൈഡായിട്ട് താഴത്തിരിക്കുന്നതാണ് നല്ലത്. ഇനി സ്ക്രീനിൽ കാണുന്നത് പോലെ ആ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്യാം. ഇനി കോട്ടൺ സിൽക്കിൻ്റെ തുണിയെടുത്ത് 4ആക്കി മടക്കി ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ 2 പീസിൻ്റെയും ലൈനിങ്ങിൻ്റെയും കോട്ടൺ സിൽക്കിൻ്റെയും ഈ 2 പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2ൻ്റെയും ഓരോ പീസ് എടുത്തിട്ട് നടുകെ ഒന്ന് കട്ട് ചെയ്യുക. 2ആക്കി കട്ട് ചെയ്യുക. കാരണം ബാക്ക് നമുക്ക് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇപ്പം 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ബാക്ക് സൈഡ് നമ്മൾ സെൻട്രലായിട്ട് കട്ട് ചെയ്തത്. ഇനി സ്ലീവിന് സ്ട്രിപ്പ് പിടിപ്പിക്കാനായിട്ട് നമ്മൾ 6 ഇഞ്ച് ലെങ്തും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു 2 കട്ട് പീസുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഹുക്കിന് വേണ്ടിയുള്ള ബാക്ക് സൈഡിൽ പടി പിടിപ്പിക്കാനായിട്ട് 2 ഇഞ്ച് വീതിയുള്ള ഒരു കട്ട് പീസും 3 ഇഞ്ച് വീതിയുള്ള ഒരു കട്ട് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് ആവശ്യാനുസരണം നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ 6 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലുമുള്ള 2 സ്ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്ട്രിപ്പുകൾ ഞാൻ ആദ്യം ലൈനിങ് തുണിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല വശം അതിൻ്റെ മേളിൽ വെച്ച് ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാൻ മേളിൽ നിന്ന് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും. അപ്പോൾ ഈ വരയുടെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക, താഴെയും സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇപ്പോൾ കൂട്ടിയടിച്ചിട്ടുണ്ട്. 2 സൈഡ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡും 1/2 ഇഞ്ച് പക്കത്തിനുള്ളിൽ സ്ട്രിപ്പ് വെച്ച് കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചെടുക്കാം. മറിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ പീസ് എങ്ങനെ യോജിപ്പിക്കണമെന്ന് നോക്കാം. ഇതുപോലെ ആദ്യം ലൈനിങ് ബാക്ക് സൈഡിൽ വെച്ചിട്ട് സ്ട്രിപ്പ് മേളിൽ വെച്ച് പിന്നെ നല്ല കോട്ടൺ സിൽക്ക് നല്ല തുണി മേളിൽ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇത് 2 പീസായിട്ടായിരിക്കും മേളിൽ അടിക്കുന്നത്. കാരണം നടുക്ക് സെൻറ്ററിൽ നമ്മൾ വിടിയിപ്പിച്ചിട്ടുണ്ടല്ലോ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഞാനങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ട്രിപ്പ് വെക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ച് വേണം സ്ട്രിപ്പ് വെക്കാൻ. ഓക്കെ, ഈ പടി പിടിപ്പിക്കുന്നത് നോക്കാം. പടി പിടിപ്പിക്കുന്നത് നമ്മൾ 3 ഇഞ്ച് വീതിയിൽ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ടല്ലോ. അത് ഇടത്തെ സൈഡിൽ ഹുക്ക് വെക്കണ ഭാഗത്ത് ചീത്ത വശം മറിച്ച് നല്ല വശം ഉള്ളിലാക്കി വെക്കണം. എനിക്കിവിടെ 2 വശവും ഒരേപോലെ തന്നെയാണ്. അത് കാരണം എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ല വശം ഉള്ളതാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് മറിച്ച് നമ്മൾ എടുത്താണ് പിടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ചുള്ള ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അത് വലത്തെ സൈഡിൽ നല്ല വശം ഉള്ളിലാക്കി പുറമേ വെച്ച് തന്നെ അടിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചിട്ടുണ്ട് 2 സൈഡും നിങ്ങളോട് പറഞ്ഞതുപോലെ. ഇടത്തെ സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടി തന്നെ അടിക്കുക. വലത്തെ സൈഡിൽ ഇത് ഫുള്ളായിട്ട് മറിച്ചടിക്കുക, കവർ ചെയ്ത് അടിക്കുക. അപ്പോൾ പടി പിടിപ്പിച്ചതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. മറിച്ചടിച്ച് ഇത് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് അടിച്ച് മേളിൽ ലൈനും കൂടി അടിച്ച്. സൈഡ് കൂട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്ട്രിപ്പിൽ ലേസ് പിടിപ്പിക്കാം. അപ്പോൾ കൈയിൻ്റെ ഭാഗത്ത് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ലേസിൻ്റെ 2 അറ്റവും ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. ഇനി 2 സൈഡും കൂട്ടാം. അളവിനനുസരിച്ച് സൈഡ് 2ഉം കൂട്ടാം. അതിനുശേഷം താഴത്ത് ലേസ് പിടിപ്പിച്ചാൽ മതി. ഞാൻ താഴ്ഭാഗത്ത് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. 2-3 ബട്ടൺസും സെൻട്രലായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.